Welcome back my YouTube channel. എൻ്റെ പേര് ഹനില. അപ്പം ഞാനൊരു കമൻറ്റിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓൾറെഡി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയുള്ള കമൻസിൻ്റെ വീണ്ടും ഒന്നും കൂടെ പറയാമെന്ന് കരുതി. അപ്പം ഞാൻ ആദ്യം ഇട്ട ആ വീഡിയോയുടെ കമൻറ്റ് ഒന്ന് വായിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാണ് ഇത് കേട്ടോ. അപ്പം അത് വായിച്ചിട്ട് ഇത് വായിക്കപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ചെയ്ത വീഡിയോയുടെ കമൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് 23 വയസ്സുണ്ട്, ബട്ട് വോയിസ് ബോയ്സിനെ പോലെയാണ്, വാണി വിശ്വനാഥ് പോലെ, പറക്കനാന്ന്, ഹോർമോൺ എടുത്താൽ ഓക്കെ ആകുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ കമൻ്റ് ഇട്ട ആള് ഒരു ട്രാൻസ് വുമൺ ആണെന്ന് കരുതി. പക്ഷെ അവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അവർ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ വായിക്കാം. താങ്ക്സ് ഫോർ ദ റീപ്ലൈ മൈ മെസ്സേജ്. അതായത് ഞാൻ എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് റിപ്ലൈ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണത്. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓരോ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നത്. ചിലവരുടെ കമൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സാഹചര്യം കിട്ടുന്ന സമയത്താണ് ഞാനത് ഷൂട്ട് ചെയ്യാറ്. അപ്പം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ കമൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിലോട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ആദ്യം കാണുന്നത് അതെനിക്ക് സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെയാണ് നിങ്ങളുടെ കമൻറ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ടൈം കിട്ടിയപ്പോൾ നിങ്ങളുടെയാണ് എനിക്ക് കണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. മാക്സിമം എല്ലാവരുടെയും ഞാൻ കമൻസിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ ആ വീഡിയോ കണ്ടിട്ടുള്ള കമൻറ്റ് ഞാൻ വായിക്കാം. താങ്ക്സ് ഫോർ ദ റീപ്ലൈ. അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എന്നോട് നന്ദി പറഞ്ഞതിന് എനിക്കും തിരിച്ച് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മൈ മെസ്സേജ്, താങ്ക് യു ഫോർ ദ റീപ്ലൈ മൈ മെസ്സേജ്. എന്നെക്കാൾ പ്രോബ്ലം വീട്ടുകാർക്കും നാട്ടുകാർക്കും ആണ്, പിന്നെ ഓഫീസിൽ ചിലവർക്കും. നാട്ടുകാരെയും വീട്ടുകാരെയും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മാം പറഞ്ഞതിൽ 2 കാര്യം ശരിയാണ്. ഫസ്റ്റ് 1 ഇറഗുലർ പീരീഡ്സ്, പിന്നെ ഒന്നും കസ്റ്റമറായി ഫോണിൽ സംസാരിക്കുമ്പോൾ സാർ എന്ന് വിളിക്കും, ഹായ് സാർ എന്ന് വിളിക്കും. നേരിട്ട് ഓഫീസിൽ ഞാൻ അവരോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ എന്നോട് പറയും ഫോണിൽ സംസാരിച്ച സാർ എവിടെ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ മാരേജ് നോക്കുന്നുണ്ട്. വോയിസ് ആണ് ഒരു വെല്ലുവിളിയാണ്. സത്യം പറഞ്ഞാൽ ഒരു മാരേജ് വരെ മുടങ്ങി. ഏതായാലും ഐ ആം സോ ഹാപ്പി ഫോർ ദ റീപ്ലൈ. അപ്പോൾ ഈ ഒരു മെസ്സേജിലൂടെയാണ് ഞാൻ മനസ്സിലാക്കണം നിങ്ങളൊരു സ്ത്രീയാന്നുള്ള കാര്യം. ഞാൻ അതുവരെ വിചാരിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇട്ടത്. അതിലും ചെറിയൊരു പോർഷനായിട്ട് ഞാൻ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾക്കൊരു ആൻസർ ആയിരിക്കാം. ആൻസർ ആണത്. പക്ഷെ ഞാൻ ട്രാൻസ് വുമൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്തത്. ഇപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നം, ഇപ്പോൾ അവരുടെ വോയിസ് ആണുങ്ങളുടെ പോലെ ആയിരിക്കും. ഇപ്പം എൻ്റേതൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഹോർമോൺ എടുത്ത് അത്രത്തോളം മാറ്റം വരില്ല. എന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ചില പെണ്ണുങ്ങൾക്കും ചില ആണുങ്ങൾക്കും അങ്ങനെയുള്ള ഹോർമോൺ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് കട്ടിയുള്ള ശബ്ദമുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് ഹോർമോൺസിൻ്റെ പ്രശ്നമാണ്. ആ പറയുന്ന പോലെ പീരീഡ്സ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല അവർക്ക്. അപ്പോൾ ആ ഒരു ചെറിയൊരു റിപ്ലൈ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഓൾറെഡി മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹോർമോൺ എടുത്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാ ഡോക്ടർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നീടാണ് എനിക്ക് കമൻറ്റ് റിസർച്ച് ചെയ്തപ്പോഴാണ് നിങ്ങളാണെന്ന് മനസ്സിലായത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞത് ഈ ട്രാൻസ് വുമൺസ് എന്ന് പറയുമ്പോൾ മെയിലാണ്. അപ്പോൾ ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് എല്ലുകൾക്കൊന്നും മാറ്റം വരില്ല. കൈയിൻ്റെ എല്ല്, കാലിൻ്റെ എല്ല്, മൂക്കിൻ്റെ എല്ല്, ബോൺസ് ഒന്നും മാറാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു തൊണ്ടയിലെ മുഴ എന്ന് പറയുമ്പോൾ ഒരു എല്ലിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. അതായത് നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് കടിച്ചാൽ പൊട്ടുന്ന എല്ലുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു എല്ലുകളാണ് ഈ പറഞ്ഞ ചെവി, മൂക്കിൻ്റെ പാലം. അതേപോലെ ഒരു എല്ലാണ് ഇത്. എല്ലിനൊരിക്കലും മാറ്റം വരില്ല. ഇതിന് ആഡം ആപ്പിൾ എന്ന് പറയും. ഇത് എല്ലാണ്. ഇത് സൗണ്ട് ബോക്സ് ആണ്. നമ്മളുടെ പുരുഷന്മാർക്കാണ് ഇത് വലുതായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു എല്ലിനൊരിക്കലും മാറ്റം വരില്ല. അപ്പം ആ ഒരു കാരണം കൂടെയാണ് ഈ ശബ്ദത്തിന് മാറ്റം വരാത്തത്. ഹോർമോൺ എടുക്കുമ്പോൾ ഒരു പരിധി വരെ മാറുമെങ്കിൽ കൂടെ ഈ എല്ലിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ആ ശബ്ദത്തിന് കൂടുതൽ മാറ്റം വരാത്തത്.
നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഫുള്ള് ഹോർമോൺസ് ഒക്കെ മാറിയാലും നമ്മളുടെ ശരീരത്തിലെ എല്ലുകൾ മാറില്ല. അതുകൊണ്ടാണ് ഈ ബോക്സ് മാറാത്തത്. അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കട്ടിയുള്ള ശബ്ദം ഉണ്ടാവുന്നത്. അതേപോലെ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ ഹോർമോൺസിന്റെ ഇതൊന്നും ഉണ്ടാവില്ല. ഹോർമോൺ കൂടുമ്പോൾ ചിലവർക്ക് ഇത് ഉണ്ടാവും കേട്ടോ. കൂടുതൽ ഹോർമോൺസ് ഉള്ളവർക്ക്, ഈ സംസാരിച്ച വ്യക്തിക്ക് ഇത് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു ഹോർമോൺസ് കൂടുതലാകുമ്പോൾ അവരുടെ ശബ്ദത്തിന് മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോൾ ചെറുപ്പകാലം മുതലേ നിങ്ങളുടെ ശബ്ദം ഇങ്ങനെയാണ് എങ്കിൽ അതും ഹോർമോണിന്റെ പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് മെയിൽ ഹോർമോൺ കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾക്ക് 100ൽ 99% നിങ്ങളുടെ ആ ശബ്ദം മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മെയിലായിട്ടുള്ള ഒരു വ്യക്തിയുടെ സർജറി ചെയ്തിട്ട് ഫീമെയിലിന്റെ വോയിസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കുമ്പോൾ ഒരു സ്ത്രീയാണ്. നിങ്ങൾ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ, അതായത് നമ്മളെ റിനേ മെഡിസിറ്റിയിലാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടർ സുജ പി സുകുമാർ, എൻഡോക്രൈനോളജിസ്റ്റ്. ആ ഡോക്ടറെ ഞാൻ കാണുന്നത്. അവരെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയ നമ്പർ കിട്ടും, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഗൂഗിളിൽ റിനേ മെഡിസിറ്റിന്ന് അടിക്കുക, നമ്പർ വാങ്ങിക്കുക, ബുക്ക് ചെയ്തിട്ട് പോവുക. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാം, എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്, ഇങ്ങനെ ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശബ്ദം മാറോ എന്നുള്ള ചോദിക്കാം. ചോദിച്ചിട്ട് നിങ്ങൾക്കത് കഴിച്ചിട്ട് ശബ്ദം മാറ്റാം. എൻ്റെ ഒരു ചിന്താഗതിയിൽ 99.9% നിങ്ങളുടെ ശബ്ദം മാറാൻ സാധ്യതയില്ല. ഹോർമോൺ ബാലൻസിങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് എന്ന് പറയുമ്പോൾ ആണായിരിക്കുമ്പോൾ പെണ്ണിനെ പോലെ നടക്കുന്നു, പെണ്ണിനെ പോലെ സംസാരിക്കുന്നു, പെണ്ണിനെ പോലെ എക്സ്പ്രഷൻസ് ഇടുന്നു പറഞ്ഞ് കളിയാക്കും. അപ്പോൾ നമുക്ക് ഓരോ നിമിഷവും നമ്മളൊക്കെ അതൊരു പരിഹാസമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമാണ്. അപ്പോൾ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ട്രാൻസും പെണ്ണായിട്ട് മാറുന്നത്. പെണ്ണായി കഴിയുമ്പോൾ നമുക്ക് ആ പരിഹാസങ്ങൾ കുറയുന്നു. എന്നിരുന്നാൽ കൂടെ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ചാന്ത് തൊട്ട് 9 ട്രാൻസ് പോകുന്നു, ഹിതട പോകുന്നു, അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് ആണ്. പണ്ട് ഇങ്ങനെ പെണ്ണിനെ പോലെ സംസാരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. ഇപ്പം നമ്മൾ പെണ്ണിന്റെ വസ്ത്രത്തിൽ വന്നത് കൊണ്ട് അത് അറിയില്ല, അത് മാച്ചായി സിങ്കായി പോകും. പണ്ടെന്ന് പറയുമ്പോൾ ഒരാണ് പെണ്ണിനെ പോലെ അഭിനയിക്കുന്നതായിട്ട് തോന്നും. ഇതേ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് പണ്ട് എനിക്കും. പക്ഷെ പാൻറ് ഷർട്ട് മീശയൊക്കെ ഉള്ള സമയത്ത് ഒരാണ് പെണ്ണിനെ പോലെ ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പം അത് പരിഹസിക്കപ്പെടും. ഇപ്പം നമുക്ക് ആ പരിഹാസങ്ങൾ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ശബ്ദം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നു, നമുക്കത് കാരണം എന്നും ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് മാറ്റാം. ഈ പറഞ്ഞ പോലെ ചിലവർക്ക് ഫേസിലൊക്കെ പൊള്ളലൊക്കെ ഏറ്റിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാവും. എവിടെ പോയാലും ഇങ്ങനെ അറപ്പും വെറുപ്പൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അവർക്കൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ മനസ്സൊരു സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പെണ്ണിൻ്റെ ശബ്ദം വരുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. മാക്സിമം നിങ്ങൾ ആ ശബ്ദത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഹോർമോൺ ചെയ്താൽ മാറുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സർജറി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാം. നമുക്ക് എന്താ പറയുക, വോയിസ് തെറാപ്പി എന്ന് പറയും. ഇപ്പം ഞാനിങ്ങനെയാണ് സംസാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹലോ സർ, നമസ്കാരം, എൻ്റെ പേര് ഹനില, ഞാൻ വോയിസ് ഒക്കെ അയക്കുന്ന സമയം അങ്ങനെയാണ്. നമ്മൾ ശബ്ദം എടുത്ത് സംസാരിക്കും. കുറച്ചുകൂടെ നമ്മൾ ശബ്ദം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഹലോ സർ, നമസ്കാരം, ഹലോ സർ, നമസ്കാരം, എൻ്റെ പേര് ഹനില, സ്ഥലം പാലക്കാടാണ്, നമുക്ക് ഈ രീതിയിലും കൂടെ സംസാരിക്കാം. വോയിസ് എടുത്തിട്ട് അയ്യാമ്പൽ കടവത്തന്നരയ്ക്കുവെല്ലാം അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടമ്പളിയിട്ട്. അപ്പം ഞാൻ വോയിസ് എടുത്തിട്ട് സംസാരിക്കാം. ഹലോ സർ, നമസ്കാരം, എൻ്റെ പേര് ഹനില. നമ്മൾ ഈ രീതിയിൽ അവരോട് സംസാരിക്കാം. പെണ്ണിൻ്റെ ശബ്ദമായിട്ട് തോന്നും. ഇപ്പം ഞാനും കോൾ സെൻറ്ററിൽ സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് ബുദ്ധിമുട്ട് വരും. എനിക്ക് അഭിനയിക്കാനായിട്ട് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ശബ്ദം എടുത്ത് സംസാരിക്കും. ഇപ്പം നമ്മൾ വോയിസ് ഒക്കെ വിടുന്ന സമയത്ത് വാട്സപ്പിന് ഈ ഒരു ശബ്ദം എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ ശരിയാവും. പക്ഷെ എനിക്ക് ഫുൾ ടൈം ഈ രീതിയിൽ സംസാരിക്കാനായിട്ട് ഇഷ്ടമല്ല. ഇതുപോലെ നമുക്ക് ശബ്ദം എടുത്തിട്ട് സംസാരിക്കാം.
ഞാൻ ഈ ഒരു ശബ്ദത്തിൽ വോയിസ് അയക്കുന്ന സമയത്ത് അപ്പം നമുക്ക് കുറച്ചുകൂടെ പെണ്ണിൻ്റെതായിട്ട് തോന്നും. അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടില്ല, പെട്ടെന്ന് ഈ ശബ്ദം അടഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ സംസാരിക്കും. ചില സമയത്തൊക്കെ ശബ്ദം പ്രശ്നമായിട്ട് വരും. എൻ്റെ ജോലി വരെ പോകാൻ സാധ്യതയുള്ളൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ശബ്ദമൊക്കെ എടുത്തിട്ട് സംസാരിക്കും. പിന്നെ ഞാൻ ഈ ശബ്ദത്തിൽ പാട്ടൊക്കെ കുറച്ച് നന്നായി വരും. ഞാൻ പാട്ട് വേണമെങ്കിൽ പാടാം. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടമ്പം വിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടമ്പളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ പണ്ടിട്ട് പ്രണയിക്കുന്ന സമയത്തൊക്കെ ഞാൻ കാമുകനിങ്ങനെ 2 ശബ്ദത്തിലൊക്കെ പാട്ട് പാടിക്കൊടുക്കും. പിന്നെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താലേ നല്ല ശബ്ദത്തിൽ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു ആണ് പെണ്ണിനെ പോലും സംസാരിക്കുന്ന പോലെ തോന്നും. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് ഞാൻ ശബ്ദം എടുത്ത് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പരിചയമില്ലാത്ത ഒരു വ്യക്തി എടുത്ത് ഫോണിൽ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ശബ്ദം എടുത്ത് സംസാരിക്കും. ഞാനിപ്പോൾ എനിക്ക് വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ശബ്ദം കിട്ടുന്നില്ല. ഇപ്പം ഈ ടോണിൽ തന്നെ 3-4 ടോണിൽ എൻ്റെ ശബ്ദം വരും. അപ്പം ഞാൻ വോയിസ് അയക്കുന്ന സമയത്ത് പ്രശ്നമായപ്പോൾ ഞാൻ പെണ്ണിൻ്റെ വോയിസ് ഇങ്ങനെ ഉണ്ടാക്കി സംസാരിച്ചൊരു ഇത്രയും ശബ്ദം എടുത്തില്ല, കുറഞ്ഞ ശബ്ദത്തിൽ. പിന്നെ അടുത്ത തവണ സംസാരിക്കുമ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി. അപ്പം നിങ്ങളല്ലല്ലോ മുമ്പ് സംസാരിച്ച വോയിസ്. പിന്നെ ചില സമയത്ത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പെണ്ണിൻ്റേതായിപ്പോയി. അപ്പോൾ 3-4 വോയിസ് എനിക്ക് തന്നെ ഏത് സമയത്ത് കുറേ നേരം സംസാരിച്ചാൽ അതേ വോയിസ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവസാനം ഒരാൾ കണ്ടുപിടിച്ചു എന്താ പ്രശ്നം. ഞാൻ എൻ്റെ ഹോർമോണിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ട്രാൻസ് ആണോ ചോദിച്ചു. അപ്പം ഞാൻ അതേ ട്രാൻസ് ആണെന്ന് പറഞ്ഞു. ജോലിപരമായിട്ട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ സംസാരിക്കാനായിട്ട്, പക്ഷെ ഞാൻ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഈ ഇപ്പം ഞാൻ പെണ്ണിൻ്റെ വോയിസിൽ സംസാരിച്ചല്ലോ, കുറേ നേരം സംസാരിച്ചാൽ നല്ല ഭംഗിയിൽ സംസാരിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ പത്രമൊക്കെ ഇങ്ങനെ റീഡിങ്സ് ഒക്കെ ചെയ്യില്ല. അങ്ങനെ ശബ്ദത്തിൽ കുറേ നേരം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ശബ്ദത്തിൽ തന്നെ കുറേ നേരം പിടിച്ചു നിൽക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാവും. അതുപോലെ നിങ്ങളൊരു പെണ്ണാണോ, നിങ്ങളിങ്ങനെ ശബ്ദം വോക്കൽ തെറാപ്പി എന്ന് പറയും. നമ്മൾ ഇതുപോലെ ഏതൊരു ആണിനും പെണ്ണിൻ്റെ ശബ്ദം എടുക്കാൻ സാധിക്കും. പക്ഷെ പെണ്ണുങ്ങൾക്കാണ് ആണിൻ്റെ ശബ്ദം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. അത് അപൂർവം ചിലവർ എടുക്കുന്നുള്ളൂ. അതൊരു ടാലൻ്റാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ശബ്ദം എടുക്കാൻ കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ശബ്ദം എടുക്കണം ഇങ്ങനെ പതുക്കെ സംസാരിച്ചാൽ മതി. ഇപ്പം ഞാനിങ്ങനെയല്ല സംസാരിക്കുന്നത്. ഹലോ സർ, നമസ്കാരം, എൻ്റെ പേര് ഹനീല, സ്ഥലം പാലക്കാടാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒരു ഏജ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് തോന്നും, പുരുഷനായിട്ട് തോന്നുന്നതല്ല, സ്ത്രീ ആയിട്ട് തോന്നും. ഇങ്ങനെ ശബ്ദം താഴ്ത്ത് സംസാരിക്കുക. എനിക്ക് വല്ല സംസാരിക്കാൻ എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് ഡയലോഗുകളൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ ശബ്ദം താഴ്ത്തിയിട്ട് സംസാരിക്കുക. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഒരു ഡയലോഗ്സ് വെച്ചിട്ട് പല വോയിസ് ടോണിൽ ഞാൻ സംസാരിച്ച് കാണിക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വോക്കൽ തെറാപ്പി ചെയ്ത് നോക്കാം. വോക്കൽ തെറാപ്പിക്ക് ട്രീറ്റ്മെൻറ്റും ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ വല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ തെറാപ്പിയിലൂടെ നിങ്ങൾ വോയിസ് മാറ്റിയെടുക്കാൻ നോക്കൂ. പിന്നെ ഹോർമോൺ ബോഡിയുടെ പ്രശ്നം തന്നെയാണ്, ഹോർമോണും കൂടെ കഴിച്ച് നോക്കൂ. എന്നിട്ട് വേണമെങ്കിൽ സർജറിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. പിന്നെ നിങ്ങളത് പ്രൗഡായിട്ട് കാണാം. ഒരു പെണ്ണാണ് നിങ്ങൾ, ആണിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ നിങ്ങളതൊരു പ്രൗഡായിട്ട് കാണാം. നാളെ ആ ശബ്ദം അല്ലെങ്കിൽ ഈ ഒരു ആണിൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു പുരുഷനെ നിങ്ങൾ വിവാഹം കഴിക്കുക. അതുപോലെ ആണുങ്ങൾക്കും ശബ്ദം പെണ്ണുങ്ങളെ പോലെയുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളുടെ രൂപം, നമ്മളുടെ ശബ്ദം, നമ്മളുടെ ടാലൻറ്റ് അത് മനസ്സിലാക്കി വരുന്ന ഒരാളെ സ്വീകരിക്കുക. കല്യാണം മുടങ്ങിയാലും ഒരുപക്ഷെ അതൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. നമുക്ക് കല്യാണം മുടങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതിനായിരിക്കും. നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പുരുഷൻ വരും. നിങ്ങളുടെ ശബ്ദത്തെ പ്രൗഡ് ചെയ്യുന്ന ഒരു പുരുഷൻ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശബ്ദം അവർ തന്നെ നാളെ നിങ്ങളുടെ കുറവ് തന്നെയായിരിക്കും നിങ്ങളുടെ കഴിവ്. എനിക്കതാ തോന്നുന്നത്. പണ്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നമ്മൾ ട്രാൻസ് ആണ്, അതെൻ്റെ ഒരു കുറവാണ്, പക്ഷെ അത് തന്നെ എൻ്റെ കഴിവ്. അപ്പോൾ നിങ്ങളുടെ കുറവുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ കഴിവ്. ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ശബ്ദം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. ഈ പറഞ്ഞ പോലെ കോൾ സെന്ററിൽ വരയ്ക്കുമ്പോൾ ഫ്രോഡുകളൊക്കെ നമുക്ക് അധികം വരില്ല. നമുക്ക് ഫ്രോഡുകളെ മാനേജ് ചെയ്യാൻ പറ്റും ആണിൻ്റെ ശബ്ദം എടുത്ത് സംസാരിക്കുമ്പോൾ. അതുപോലെ നിങ്ങൾക്കും ഒരു ആണിൻ്റെ ശബ്ദമുള്ള സമയത്ത് നമുക്ക് പല സ്ഥലത്തും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്, കൂട്ടുകാരികൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സഹോദരനായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാം ഫോണിലൂടെ. അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ
ഞാൻ എപ്പോഴും ദേഷ്യം പിടിച്ചിട്ടൊക്കെ നടക്കുള്ളൂ. അത് അഭിനയിക്കുകയാണ് ഞാൻ. കാരണം നമ്മളെ അടുത്ത് ആരും ഒന്നിനും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പാവമായിട്ടിരിക്കുമ്പോൾ നമ്മളെ തലയിൽ കയറും. അതുകൊണ്ട് ഞാനെപ്പോഴും ചിലവർ ജാടയാന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ ഓഫീസിലാണെങ്കിലും ഞാൻ ആദ്യം ആരുടെ അടുത്തും മിണ്ടില്ല. ഞാൻ മിണ്ടി വളവളാന്ന് സംസാരിക്കും. പിന്നെ അവർക്ക് മനസ്സിലാവും ഇത് മണ്ണാണ്, അതായത് ഓപ്പൺ മൈൻഡാണ് ഞാൻ. അപ്പോൾ വേഗം എന്നെ പറ്റിക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് ജാടയാന്ന്. ശബ്ദം ഇങ്ങനെയാണല്ലോ, ചോദിച്ചാൽ എന്താ ഓക്കെ, അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. കാരണം അധികം സംസാരിച്ചാൽ ഞാൻ എല്ലാം തുറന്ന് പറയും. പക്ഷെ അവർ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സംസാരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ തലയിൽ കയറി നേരം. അതാണ് സംഭവം. അപ്പോൾ നമ്മളൊരു പ്രൗഡായിട്ട് കാണാം. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തും. സൊല്യൂഷൻ കിട്ടില്ല. ഇതുവരെ എത്തിയില്ലേ നിങ്ങൾ, എന്തായാലും കിട്ടും. ചെറിയൊരു കുട്ടിയാണ് നിങ്ങൾ. അപ്പോൾ 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 24-25 കെട്ടിയാൽ മതി. എനിക്കൊക്കെ 20 വയസ്സിൽ കെട്ടണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പം 30 വയസ്സാവാറായി. എനിക്കൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹം. നമ്മൾ ആൺകുട്ടിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ 20 വയസ്സിലൊക്കെ ആണിനെ കെട്ടി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായിട്ടായി ജീവിക്കണം എന്നാണ്. എനിക്ക് വീട്ടിലിങ്ങനെ വീട്ടമ്മയായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം. ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. അങ്ങനെയാണ് ആഗ്രഹം. പക്ഷെ പെൺകുട്ടികൾക്ക് പൊതുവെ ജോലിക്ക് പോകാനായിരിക്കും കൂടുതൽ താല്പര്യം. എനിക്കിങ്ങനെ ഹസ്ബൻഡിനെ സ്നേഹിച്ച് കുട്ടികളെ സ്നേഹിച്ചിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അഥവാ ഞാൻ അങ്ങനെ ഒരു ലൈഫ് കിട്ടുകയാണെങ്കിൽ കൂടെ പാർട്ട് ടൈമായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും തയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹസ്ബൻഡിനും കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നെ എനിക്ക് നമ്മൾ എല്ലാത്തിനും ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കേണ്ടല്ലോ. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ചെറിയൊരു വരുമാനം, ആൾട്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് പണ്ടത്തെ ചിന്താഗതി കേട്ടോ. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ജോലി ചെയ്യണം തന്നെയാണ്. ചിലപ്പോഴൊക്കെ തോന്നും വെറുതെ ഇരുന്നാലും ബോറില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം കളയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ചില സമയത്ത് സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ സമയം പോവുകയില്ല. അങ്ങനെ എനിക്കിങ്ങനെ ഫുൾ ടൈം എന്തെങ്കിലും ആക്റ്റീവായിരിക്കണം. അപ്പോൾ രാവിലെ തൊട്ട് കിടക്കുന്നവരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫോണിൽ തന്നെയായിരിക്കും കൂടുതൽ പരിപാടികൾ കേട്ടോ. അങ്ങനെ എൻ്റെ കഥകൾ അങ്ങനെ ട്വിസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചൊരു വ്യക്തി അച്ഛൻ പോയി ആ ഒരു കമന്റിൽ തന്നെ, ആ വീഡിയോന്റെ ഒരു അടിയിൽ തന്നെ വേറൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ട്രാൻസ്മാൻ ഹോർമോൺ ചെയ്താൽ വേഗം റിസൾട്ട് കിട്ടും, പക്ഷെ ട്രാൻസ് വുമൻസ് ഹോർമോൺ തെറാപ്പി ചെയ്താൽ സ്ലോ പ്രോസസ് ആണ്. ട്രാൻസ്മാൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കുട്ടി ഒരു പെൺകുട്ടിയാണ്. ട്രാൻസ്മാൻ എന്ന് പറയുമ്പോൾ അവർ പെണ്ണിന്റെ ശരീരത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തികളാണ്. അവർ ഹോർമോൺ ചെയ്യുമ്പോൾ അവരുടെ വോക്കലിൽ, അതായത് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലാവുമ്പോൾ അവരുടെ ശബ്ദം ഇവിടെ കട്ടിയാവും. ആദ്യമൊക്കെ അവർ സംസാരിക്കുമ്പോൾ കാറ്റ് മാത്രമേ പോകുള്ളൂ, ഇടയ്ക്ക് വേർഡ്സ് ഒക്കെ കട്ടായി പോകും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ ഒരുമിച്ചാണ് എടുത്തത്. അവൻ ഫീമെയിൽ ടു മെയിൽ, ഞാൻ ഫീമെയിൽ ടു ഫീമെയിൽ. അപ്പോൾ അവർക്ക് ഇങ്ങനെ വോയിസ് ഇവിടെ കട്ടിയായിട്ട് ആണിൻ്റേത് പോലെയാവും. നമ്മൾക്ക് വോയിസ് സോഫ്റ്റ് ആവണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഈ ഒരു ആഡം ആപ്പിൾ ഉണ്ട്, അത് എല്ലാം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ട്രാൻസ്മാൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഫീമെയിൽ ഹോർമോൺസ് ആണ് ബോഡിയിൽ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് മെയിൽ ഹോർമോൺ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാണും. അതായത് ശബ്ദത്തിന് മാറ്റം കാണും, മീശയും താടിയൊക്കെ നല്ലോണം വരും. അതുപോലെ അവർ ബ്രസ്റ്റും കൂടെ റിമൂവ് ചെയ്ത് ഈസ്ട്രജൻ ഫുള്ളായിട്ട് പോകും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് മീശയും താടിയും വരും. പക്ഷെ അതേസമയം മെയിൽ ടു ഫീമെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുകയും വേണം, ഫീമെയിൽ ഹോർമോൺ കൂട്ടുകയും വേണം. 2 ഹോർമോൺ എടുക്കണം. അവർക്ക് 1 ഹോർമോണേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് മാറ്റം വരുന്നത്. നമുക്ക് അതുകൊണ്ടാണ് സ്ലോ പ്രോസസ് ആവുന്നത്. നമുക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കുകയാണെങ്കിൽ മെഡിസിനിലൊന്നും പറ്റില്ല, സർജറി ചെയ്താലേ കൂടുതലായിട്ട് പോവുകയുള്ളൂ. അപ്പം പെട്ടെന്ന് എല്ലാവർക്കും ഈ സർജറി ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ഫീമെയിൽ ഹോർമോൺ പെട്ടെന്നൊന്നും കൂടില്ല. അപ്പം അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പെണ്ണാണായാൽ തിരിച്ചറിയില്ല, ആണ് പെണ്ണായ എല്ലാ സർജറിയും ചെയ്താലും ഫേസ് ചെയ്തു, മൂക്ക് ചെയ്തു, കണ്ണിൻ്റെ പോള വരെ സർജറി ചെയ്യുന്നവരുണ്ട്. പോളയുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ പോള വലുതായിരിക്കും, പെണ്ണുങ്ങളുടെ ചെറുതായിരിക്കും. അതുപോലെ മൂക്ക് ആണുങ്ങളുടെ വലുതായിരിക്കും. അതായത് എൻ്റെ അതേ ലുക്കിലുള്ള ഒരു വ്യക്തിയെ നിർത്തിയിട്ട് മൂക്ക് നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ ഇത് വലുതായിരിക്കും. പൊതുവെ ആണിൻ്റെ എല്ലാം വലുതായിരിക്കും. തല വലുതായിരിക്കും, കൈകാലുകളൊക്കെ വലുതായിരിക്കും, ബോൺസ് ഒക്കെ വലുതായിരിക്കും, ഷോൾഡർ വലുതായിരിക്കും. ഇപ്പം എൻ്റെ അതേ വെയിറ്റ് ഉള്ള ഒരു പെണ്ണിന്, ഇപ്പം എൻ്റെ ചേച്ചി ഏകദേശം എന്നെ പോലെ തന്നെയാണ്. അവരുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ
എൻ്റെ ചെസ്റ്റ് 32 അവളുടെ 32, പക്ഷെ എൻ്റെ ഷോൾഡർ വലുതാണ്, അവളുടെ ഷോൾഡർ ചെറുതാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മളുടെ മെലിഞ്ഞ പെണ്ണും, അതായത് അവരുടെ ചെസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇപ്പോൾ ലെങ്ത്, ഇപ്പോൾ ബ്ലൗസിന്റെ ലെങ്ത് മുതൽ നമ്മൾ അടിപ്പാവിടെ കിട്ടുന്ന ആ ലെങ്ത് അളക്കാണെങ്കിൽ ആണുങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് വലുതായിരിക്കും, പെണ്ണുങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഞാനൊക്കെ സാരി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ സാരി കവർ ചെയ്ത് കൊടുത്താലേ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവുള്ളൂ. ചിലവർക്ക് ഇത്തിരി ഹൈറ്റ് കുറവുള്ളവർക്ക് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട്, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം. അതുപോലെ പുരുകാണെങ്കിലും പെണ്ണുങ്ങളുടെ ഇങ്ങനെ കയറിയിട്ടായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ത്രെഡ് ചെയ്ത് കുറച്ച് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ നമ്മളുടെ ഫുൾ ബോൺസ് നല്ലോണം വ്യത്യാസമുണ്ട്. അതുപോലെ തല വലുതായിരിക്കും. എൻ്റെ അതേ സ്ലിമ്മുള്ള ഒരു വ്യക്തിയുടെ എത്തുമ്പോൾ തല കുറച്ചുകൂടെ ചെറുതായിരിക്കും. അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, നമ്മളുടെ ബോൺസ് നല്ലോണം വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ട്രാൻസ് വുമൺസ് പ്രത്യേകിച്ച് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ അവർക്ക് മീശയും താടി വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തിരിച്ചറിയില്ല. ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഒരു ഫീമെയിൽ ടു മെയിൽ ജനിച്ചാൽ മതിയായിരുന്നു ചിന്തിക്കും. പക്ഷെ അവർക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ആവുന്നുണ്ടെങ്കിൽ കൂടെ അവരുടെ ഉള്ളിലും വിഷമങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ അവർക്ക് ബോട്ടം സർജറി ഒക്കെ അത്രയും സക്സസ്ഫുൾ അല്ല. അതിൻ്റെ പേരിൽ പ്രണയത്തിൻ്റെയും അല്ലെങ്കിൽ കാമുകിമാരെ വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനോടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾക്ക് എന്ന് പറയുമ്പോൾ സർജറി ചെയ്ത ഒരു പെണ്ണിൻ്റെ അത്രയും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പുരുഷനെ സാറ്റിസ്ഫാക്ഷൻ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ അവർ പുരുഷനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ലൈംഗികപരമായിട്ട് ചില പെണ്ണുങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പം അവർ ആ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടും. ഇനിയിപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒറിജിനൽ ആണുങ്ങളെ പോലെ തന്നെ ബോട്ടം സർജറി, ടോപ്പ് സർജറി ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പ്രസവം നടക്കുന്നു, അല്ലെങ്കിൽ ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ അവർക്ക് ബീജം പ്രൊഡ്യൂസ് ആവുന്ന സർജറി വരെ കണ്ടുപിടിക്കുന്നു. മെയിൽ ടു ഫീമെയിൽ ആണെങ്കിൽ ഗർഭപാത്രം, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന സർജറികൾ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതൊന്നും പോസിബിൾ അല്ല, ഇന്ത്യയിലും പോസിബിൾ അല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ നമുക്കിതെല്ലാം സാധിക്കുമായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളുണ്ട്. മെയിൽ ടു ഫീമെയിൽ ആണെങ്കിലും ഫീമെയിൽ ടു മെയിൽ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ കുട്ടിയുടെ ശബ്ദത്തിന്റെ ഹോർമോണിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റിയൊരു സാഹചര്യം, നമ്മൾ നല്ല ജോലി ചെയ്യുക, കാശ് ഉണ്ടാക്കുക, സ്റ്റാറ്റസ് ഉണ്ടാക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. നിങ്ങളിപ്പോൾ ശബ്ദം ആണിൻ്റേത് പോലെ ആണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, സൗന്ദര്യം വേണ്ട, നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതാണ് യഥാർത്ഥ ലവ്. അല്ലെങ്കിൽ നമ്മളെ പെണ്ണ് കാണാൻ വരുന്നു, ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ലായിരിക്കാം. പക്ഷെ ഒരുപക്ഷെ ഏത് പെണ്ണിനും ഇല്ലാത്തൊരു ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അറേഞ്ച്ഡ് മാരേജിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ലവ് മാരേജിലായിരിക്കും നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലതായിരിക്കട്ടെ. അറേഞ്ച്ഡ് ആണെങ്കിലും അവർ മനസ്സിലാക്കുന്നവരുണ്ടാവും. എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ല, മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നവരെങ്കിലും ഉണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ ഒരിക്കലും ദുഃഖിക്കരുത്, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. വിവാഹം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ സമൂഹം പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നടക്കുമ്പോൾ നടക്കും. വിവാഹം നമുക്ക് വേണം. നിങ്ങൾ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സെൽഫ് ലവ്, നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ ജോലി, നിങ്ങളുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ കണ്ട ആരെങ്കിലും ഇഷ്ടപ്പെട്ട് വരും. അതിപ്പോൾ ഇത്രയും കുറവുള്ള എനിക്ക് ആണിൻ്റെ ശബ്ദമാണ്, ആണിൻ്റെ ശരീരമായിരുന്നു, അല്ലെങ്കിൽ കാണുമ്പോൾ ആണിൻ്റെ ഫീച്ചേഴ്സാണ്, എനിക്ക് മസ്കുലിൻ ഫേസ് ആണ് എൻ്റേതൊക്കെ. എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷെ ഞാൻ അവരൊന്നും വിശ്വസിക്കില്ല. എന്നാലും ലൈഫിൽ ഏതെങ്കിലും ഒരാൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ, അതിപ്പോൾ വന്നില്ലെങ്കിലും ഞാൻ ജീവിക്കും അങ്ങനെ. അപ്പം അങ്ങനെ പോവുക. അപ്പോൾ എനിക്കിത് അന്ന് തന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാഹചര്യം ഇല്ല. ഒന്നാമത് ജോലി, പിന്നെ വീട്ടിൽ ആരും ഇല്ലാതിരിക്കും. മെയിനായിട്ട് അച്ഛൻ പുറത്ത് പോയാലേ ഞാൻ ഒരുങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതൊക്കെ കേൾക്കുള്ളൂ. അപ്പം അപ്പുറത്ത് വീടുകളൊക്കെ കേൾക്കും. പക്ഷെ ഞാനത് പണ്ട് ടെൻഷനാണ്, ഇപ്പം കുഴപ്പമില്ല. അപ്പം അച്ഛൻ പോയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള തിടുക്കുണ്ടാവും. കാരണം അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ കമൻറ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഒരു 5-6 ദിവസമൊക്കെ ആയി തോന്നുന്നു. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സാഹചര്യം കിട്ടിയത്. അപ്പം ഞാൻ ഉച്ചവരെ ജോലി ചെയ്തു. പിന്നെ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് ഒരുങ്ങിയത്. ശരി, അപ്പം എന്തായാലും ഒരുങ്ങിയതല്ലേ, അപ്പോൾ ഒരു വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ 2 പണിയും കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ജോലി ചെയ്യാൻ.
അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും തന്നെ എന്താണ് ആ വീഡിയോ നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറയും കണ്ടിന്യൂ എനിക്കിങ്ങനെ ഡിപ്രഷനാണ്. ചിലപ്പോൾ തോന്നും വീഡിയോ ചെയ്യാമെന്ന്, ചിലപ്പോൾ തോന്നും വേണ്ട. ഇങ്ങനെ കൺഫ്യൂഷനിലാണ്. അപ്പം എന്നും ഇതന്നെ ഞാൻ പറയും, കൺഫ്യൂഷനിലാണ് ഞാൻ ചെയ്യുന്നത്. എത്ര കാലം ചെയ്യുന്ന അറിയില്ല. ചിലപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ലൈവ് പോയിട്ട് ഒരാൾ പറയും, എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു. നമ്പർ എനിക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഒരാളടുത്ത് നമ്പർ കൊടുത്തു, എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന വ്യക്തികളാണ്. അപ്പം അവർക്ക് ഞാൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന എല്ലാവരും ചിലപ്പോൾ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? രാവിലെ എണീച്ചിട്ട് ഫുഡ് കഴിക്കുക, ഫോൺ എടുക്കുക, സംസാരിക്കാൻ വെക്കുക. അതെനിക്കൊരു ജോലിയായിട്ട് മാറും. അപ്പം ഞാൻ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവും. കാരണം എനിക്ക് ജോലി വേറെ ടെലികോളിംഗ് ജോലി, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ തന്നെ വയ്ക്കാം. നമ്മളതിൽ സംസാരിച്ച് മടിയാ. പിന്നെ ഫോണിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിലും രണ്ടും ആണല്ലോ, കണ്ണിനും പ്രശ്നമുണ്ട്, ജോലിയാണത്. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യും. അപ്പം എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യണത്. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ. അപ്പം ഞാൻ ആ സമയങ്ങൾ കളഞ്ഞു വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ സമയങ്ങളിലൊക്കെ കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇൻസെൻറ്റീവ് കൂടുതലായിട്ട് കിട്ടും. ഞാൻ അത് സാലറി മാറ്റി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നമ്പറൊക്കെ കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ജോലി നടക്കില്ല. ഞാൻ പിന്നെ ഫുഡിന് ഇതാവും, എന്താ പറയുക, വീട്ടിൽ യാചിക്കേണ്ടി വരും. യാചനയാണ്, അല്ലെങ്കിൽ തന്നെ ഓരോ പ്രശ്നങ്ങളാണ്. നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിലവാക്കണം. നമുക്ക് പിന്നെ വിലയില്ലാതാവും. എനിക്ക് വലിയ സാലറി ഒന്നുമില്ല. നമുക്ക് ടാർജറ്റാണ്. കറക്റ്റായിട്ട് വർക്ക് ചെയ്ത 10-15 കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് യൂട്യൂബിന് വേണ്ടിയ സമയങ്ങളെയും കുറച്ചിങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കും, കുറച്ച് അസുഖമായിട്ട് കുറച്ച് പുറത്ത് പോകും, കുറച്ച് നാളുകളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. എന്നാലും ഫുൾ ടൈം ബിസിയാണ്. വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. മാക്സിമം ഞാൻ ഒരു പണിയും ചെയ്യില്ല. എന്നിരുന്നാൽ കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വരും. ചിലപ്പോൾ ഇതുപോലെ 1-2 പേരൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒക്കെ സംസാരിക്കും. ചില ഫ്രണ്ട്സിനോട് മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പോൾ എനിക്ക് മാസം ഒരു 5 അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, 5000 ഒക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്, അതൊന്നും മാസം ഒരു 5000 ഒക്കെ എടുക്കും. അങ്ങനെ ഒരു 10,000-ലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഇൻകം കിട്ടൂല. ഇപ്പോഴാണ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയത്, ഹാഫ് മോണിറ്റൈസേഷൻ. അതും നമുക്ക് അതിൽ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ സ്പോൺസർ ചെയ്താൽ മാത്രം നമുക്ക് ഏണിങ്സ് കയറുള്ളൂ. പിന്നെ ഇങ്ങനെ മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓപ്പൺ ആയിട്ടുണ്ട്, അത് ഞാനിങ്ങനെ എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിലും എനിക്കതിന്ന് ഏണിങ്സ് കിട്ടും. പക്ഷെ ഞാൻ ആരടുത്തും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. താല്പര്യമുള്ളവർ ചെയ്തോട്ടെ. ഞാൻ മെമ്പർഷിപ്പ് എൻ്റെ ബട്ടൺ ഓപ്പൺ ആയതും എൻ്റെ യൂട്യൂബിലെ മെയിൻ കമൻഡറുടെ പേരില്ല, ഒരു ഇമെയിൽ ID മാത്രമേ ഉള്ളൂ. ആള് മാത്രമാണ് എൻ്റെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.